സസ്പെൻസ് ഇല്ലാത്ത ത്രില്ലർ ഊഴം എന്ന പൃഥ്വിരാജ് ജിത്തു ജോസഫ് ചിത്രത്തെ അങ്ങനെ വിശേഷിപ്പിക്കാം. ദൃശ്യം, മെമ്മറീസ് തുടങ്ങിയ മികച്ച ത്രില്ലറുകൾ മലയാളികൾക്ക് സമ്മാനിച്ച ജിത്തു ജോസഫ് വീണ്ടും ഒരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രവുമായി എത്തിയത് വ്യത്യസ്തതയുമായാണ്. പൂർണ്ണമായും ഒരു പ്രതികാര കഥയാണ് ഊഴം. എന്നാൽ സംവിധായകൻ പറഞ്ഞ പോലെ ഇതിൽ നായകൻ പ്രതികാരം ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ഊഴത്തെ മറ്റ് റിവെഞ്ച് ത്രില്ലറുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കൺട്രോളിലെ എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ നിയന്ത്രിത സ്ഫോടനങ്ങളുടെ വിദഗ്ധനാണ് സൂര്യ കൃഷ്ണമൂർത്തി. ഇയാളുടെ പ്രതികാരത്തിന്റെ കഥയാണ് ഊഴം. മെമ്മറീസിലെ സാമലക്സിനെ പോലെ തന്നെ സൂര്യമൂർത്തിയെ മികച്ചതാക്കാൻ പൃഥ്വിരാജിന് സാധിച്ചു. 2 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ ഒരു നിമിഷം പോലും പ്രേക്ഷകനെ വിരസതയിലാഴ്ത്താതെ കഥ പറയുന്നു. അനാവശ്യ രംഗങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ചടുലമായ രീതിയിൽ കഥ പറയാൻ സംവിധായകന് സാധിച്ചിരിക്കുന്നു. പൃഥ്വിരാജിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനമാണ് പശുപതിയുടേത്. ബാലചന്ദ്രമേനോൻ, നീരജ് മാധവൻ, ദിവ്യ പിള്ള തുടങ്ങിയവരുടെ പ്രകടനവും മികച്ചു നിന്നു. ചിത്രത്തിന്റെ കഥയോട് ചേർന്ന് നിൽക്കുന്ന പശ്ചാത്തല സംഗീതവും എഡിറ്റിംഗും പ്രത്യേകം പ്രശംസയർഹിക്കുന്നു. ഛായാഗ്രഹണം, സംഗീതം, ഫൈറ്റ് സീനുകൾ ഇവയെല്ലാം തന്നെ ചിത്രം ആസ്വാദികരമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. എല്ലാത്തരം പ്രേക്ഷകർക്കും പൂർണ്ണ തൃപ്തി നൽകുന്ന പുതുമ നിറഞ്ഞ മികച്ച ഒരു റിവെഞ്ച് ത്രില്ലർ തന്നെയാണ് ജിത്തു ജോസഫിന്റെ ഊഴം.